പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 1 പ്രധാന വാർത്തകൾ. ഇന്നലെ കനത്ത മഴയ്ക്കിടെ മസ്കത്ത് ഗവർണറേറ്റിലെ അസൈബയിലുണ്ടായ ഇടിമിന്നലിൽ നാശനഷ്ടങ്ങളില്ലെന്ന് റോയൽ ഒമാൻ പോലീസ് പബ്ലിക് റിലേഷൻ വിഭാഗം ഡയറക്ടർ മേജർ മുഹമ്മദ് അൽ ഹഷാമി പ്രാദേശിക റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ശക്തമായ ഇടിമിന്നലിന്റെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും നാശനഷ്ടങ്ങളുണ്ടായതായി ആശങ്ക പങ്കുവെക്കുകയും തെറ്റായ വിവരങ്ങൾ പരക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇടിമിന്നലിനെ തുടർന്ന് ആർഒപിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മേജർ മുഹമ്മദ് അൽ ഹഷാമി അഭിമുഖത്തിൽ വ്യക്തമാക്കി. ശക്തമായ മഴയിൽ കുതിർന്ന് ഒമാനിലെ വടക്കൻ ഗവർണറേറ്റുകൾ. തലസ്ഥാനത്തുൾപ്പെടെ ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയോടെ പേമാരി തിമിർത്തു പെയ്തു. ഇബ്രിയിൽ വാതിയിൽപ്പെട്ട് 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി. നിരവധിയിടങ്ങളിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ട്രാഫിക് സിഗ്നലുകൾ നിലച്ചതോടെ നഗരങ്ങൾ മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിലമർന്നു. സർവ്വസന്നാഹങ്ങളോടെ സുരക്ഷാ വിഭാഗങ്ങൾ എല്ലായിടങ്ങളിലും ഓടിയെത്തി. മഴ മുന്നറിയിപ്പ് ആളുകൾക്ക് സുരക്ഷിതരായിരിക്കാൻ സഹായകമായി. കനത്ത മഴ ലഭിച്ചയിടങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തു. റോഡിലേക്ക് വെള്ളമൊഴുകുകയും വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കിനും ഇടവരുത്തി. പലയിടങ്ങളിലും റോയൽ ഒമാൻ പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ശക്തമായ കാറ്റാണ് മേഖലയിൽ അടിച്ചുവീശിയത്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചിലയിടങ്ങളിൽ വഴിയരികിലെ സൂചനാ ബോർഡുകൾ നിലം പതിച്ചു. മറ്റു ചില സ്ഥലങ്ങളിൽ കടകളുടെ സൈൻ ബോർഡുകൾ ഇളകി വീണു. മരങ്ങൾ കടപുഴകുകയും വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീഴുകയും ചെയ്തു. വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ആളപായങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. KMCC അൽ ഖുവൈർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഹ്ലൻ റംസാൻ എന്ന ശീർഷകത്തിൽ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അനുസ്മരണവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ കരീം പേരാമ്പ്ര അധ്യക്ഷനായിരുന്നു. കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഹീം വറ്റല്ലൂർ ഉദ്ഘാടനം ചെയ്തു. വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് മുഖ്യാതിഥിയായിരുന്നു. വടക്കൻ മേഖലയിൽ മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. വാദിയിൽ ഇറങ്ങുന്നത് ശിക്ഷാർഹമാണെന്നും സിവിൽ ഡിഫൻസ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മസ്കത്ത് ഗവർണറേറ്റിലെ മുഴുവൻ പാർക്കുകളും ഗാർഡനുകളും താൽക്കാലികമായി അടച്ചു. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. കാലാവസ്ഥ സാധാരണ നിലയിലേക്ക് മാറിയാൽ പാർക്കുകളും ഗാർഡനുകളും സന്ദർശകരെ അനുവദിക്കുമെന്നും മസ്കത്ത് നഗരസഭ പ്രസ്താവനയിൽ അറിയിച്ചു. വ്യാഴാഴ്ച പെയ്ത കനത്ത മഴയിൽ വാതിയിൽപ്പെട്ട് 2 കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി റോയൽ ഒമാൻ പോലീസ് പബ്ലിക് റിലേഷൻ വിഭാഗം ഡയറക്ടർ മേജർ മുഹമ്മദ് അൽ ഹഷാമി പ്രാദേശിക റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇബ്രി വിലായത്തിലെ അൽ റൈബ പ്രദേശത്ത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു അപകടം. 7ഉം 11ഉം വയസ്സുള്ള 2 കുട്ടികളാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒമാനിൽ പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ ഒഴുക്കിൽപ്പെട്ട് 3 കുട്ടികൾ മരണപ്പെട്ടിരുന്നു. സമാന സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്നും മേജർ മുഹമ്മദ് അൽ ഹഷാമി വ്യക്തമാക്കി. സാമൂഹിക ഭവന പദ്ധതിയുടെ ഭാഗമായി 32 വീടുകൾ നിർമ്മിച്ചു നൽകി ഗാർഹിക നഗരാസൂത്രണ മന്ത്രാലയം. മസ്കത്ത് ഗവർണറേറ്റിലെ അമീറാത്ത് വിലായത്തിലാണ് അർഹരായ കുടുംബങ്ങൾക്ക് വീടുകൾ കൈമാറിയത്. എല്ലാവിധ നൂതന സൗകര്യങ്ങളോടും കൂടിയ സ്വപ്ന ഭവനങ്ങളാണ് മന്ത്രാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഗാർഹിക നഗരാസൂത്രണ മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അർഹരായവർക്കുള്ള ഭവന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ വർഷം 1200 ഗുണഭോക്താക്കൾക്ക് ഭവനങ്ങൾ കൈമാറുമെന്നും ഗാർഹിക നഗരാസൂത്രണ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം, ഷിക്കാഗോ സർവകലാശാല, ഡർഹാം സർവകലാശാല, സുൽത്താൻ ഖാബൂസ് സർവകലാശാല എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ ഒമാന്റെ പുരാതന തുറമുഖ നഗരമായ സുഹാറിൽ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിൽ നിരവധി വസ്തുക്കൾ കണ്ടെത്തി. 1ാം ഘട്ട പര്യവേഷണത്തിലാണ് 1000-ലേറെ വർഷം പഴക്കമുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തിയത്.
നഗരത്തിലെങ്ങും പേമാരി തകർത്തു പെയ്യുമ്പോൾ കൈകൊട്ടി പാട്ടുപാടി മഴയെ വരവേൽക്കുകയായിരുന്നു മത്രാസൂക്കിൽ ഒരു കൂട്ടം മലയാളികൾ. മലബാറിലെ കല്യാണ വീടുകളിലും ഒത്തുചേരലുകളിലും ആവേശത്തോടെ ഒരേ ഈണത്തിൽ കൈകൊട്ടിപ്പാടുന്ന പാട്ടുകളുടെ ആവിഷ്കാരമായിരുന്നു കനത്ത മഴയ്ക്കിടയിലെ ഇവിടുത്തെ സന്തോഷക്കാഴ്ച. സൂക്കിനകത്ത് വെള്ളം കുത്തിയൊലിക്കുമ്പോഴും മഴയെന്ന അനുഗ്രഹത്തെ പാട്ടുപാടി പ്രവാസികൾ വരവേൽക്കുന്നുവെന്ന അടിക്കുറിപ്പോടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലും നിമിഷനേരം കൊണ്ട് പ്രചരിച്ചു. വാട്സപ്പിലും ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഉൾപ്പെടെ പലരും സന്തോഷം പങ്കുവെച്ച് വീഡിയോ ഷെയർ ചെയ്തു. അതേസമയം മഴയെ തുടർന്ന് സൂക്കിലെ കടകൾ അടഞ്ഞുകിടന്നു. രാവിലെ ചില കടകൾ തുറന്നിരുന്നുവെങ്കിലും ശക്തമായ മഴയെത്തിയതോടെ അടയ്ക്കുകയായിരുന്നു. ഉപഭോക്താക്കളും എത്തിയിരുന്നില്ല. ഒമാനിലും ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ സംവിധാനമൊരുങ്ങുന്നു. രാജ്യത്തെ റോഡുകളും തെരുവുകളും വെർച്വൽ വ്യൂ ഫീച്ചറിലൂടെ കവർ ചെയ്യുന്ന പദ്ധതി ഗതാഗത വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയവും നാഷണൽ സർവേ അതോറിറ്റിയും പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള വിവരശേഖരണ പ്രവൃത്തികൾ അടുത്ത വർഷം വരെ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ വഴി ഒമാനിലെ പ്രധാന നഗരങ്ങളുടെയും തെരുവുകളുടെയും പനോരമിക് ചിത്രങ്ങൾ നമ്മുടെ മൊബൈൽ സ്ക്രീനുകളിൽ ലഭ്യമാകും. ഈ പ്രദേശങ്ങളെ 360 ഡിഗ്രി കോണിൽ പര്യവേക്ഷണം ചെയ്യാനും ഇതുവഴി സഞ്ചരിക്കുന്ന പ്രതീതി സൃഷ്ടിക്കാനും ഗുണം ചെയ്യും. 2 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ ഒമാനിലെ പ്രധാന നഗരങ്ങളായ മസ്കത്ത്, സുഹാർ, സലാല എന്നിവിടങ്ങളും രണ്ടാം ഘട്ടത്തിൽ മറ്റു പ്രദേശങ്ങളെയും ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ സംവിധാനത്തിൽ കൊണ്ടുവരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മസ്കത്ത് നിസ്വ റോഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 4 വരിപ്പാത പൂർണ്ണമായും യാത്രയ്ക്കായി തുറന്നു നൽകി. ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് ഇന്നലെ രാവിലെ മുതൽ റോഡ് തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ ഭാഗികമായി റോഡ് തുറന്നിരുന്നു. റുസൈലിനും ബിദ്ബിദിനുമിടയിലാണ് റോഡ് വികസിപ്പിച്ച് 4 വരിപ്പാതയാക്കിയിരിക്കുന്നത്. 2 വർഷത്തോളമായി ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയായിരുന്നു. നേരത്തെ ഉള്ളതിനേക്കാൾ വളരെ വേഗത്തിൽ പുതിയ പാതയിൽ മസ്കത്തിൽ നിന്നും നിസ്വയിലെത്താൻ സാധിക്കും. അതേസമയം മസ്കത്തിൽ നിന്നും സമീപ ഗവർണറേറ്റുകളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന റുസൈൽ ബിദ്ബിദ് പാത തുറന്നതോടെ ഗതാഗതം സുഗമമാവുകയും വാണിജ്യ വ്യവസായ മേഖലയിൽ ഉണർവുണ്ടാവുകയും ചെയ്യും. മസ്കത്ത് എക്സ്പ്രസ് വേയിലെ റുസൈൽ നിസ്വ ഇന്റർസെക്ഷൻ മുതൽ ബിദ്ബിദിലെ ഷർക്കിയ എക്സ്പ്രസ് വേ ഇന്റർസെക്ഷൻ വരെയുള്ള ഭാഗത്താണ് 4 വരിയായി ഉയർത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.